നാണക്കേട്. താനാരാടോ? ഞാൻ ഒരു പ്രജയാന്നേ അങ്ങത്തേടെ. നാണോ മോനും ഇല്ലോടോ എനിക്ക്? അത് മാത്രമേ ഉള്ളേ. എന്നിട്ടാണോ ഈ അർദ്ധനഗ്നായി വന്നിരിക്കുന്നത്? അതും ഈ രാജ്യം ഭരിക്കുന്ന എൻ്റെ മുമ്പിൽ? കാന്തിക്കും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള വേഷം. കാന്തിയോ? ഏത് കാന്തി? മഹാത്മാ എന്നൊക്കെ പറയുമായിരുന്നു. അത് ഗാന്ധി, മഹാത്മാഗാന്ധി. എടോ പ്രജയെ, ഈ വേഷവിധാനം എന്നെ കണ്ടു പഠിക്കും. ഇത് വെറും വേഷം കെട്ടല്ലോ ആളുകള്. അതെ, എന്നെ ആരെങ്കിലും തെരഞ്ഞെടുത്തതാണ്? അല്ല, ഞാൻ അടുക്കള കൂടെ കയറി വന്ന അമരക്കാരനായത്. അറിയാവേ, ഒരന്യദേശക്കാരിയാ അമരക്കാരി ആകേണ്ടിയിരുന്നത്. അതിലൊരു പന്തി കേടില്ലോ എന്ന് പന്തിയിൽ പാട്ടായപ്പോ പകുതിയിലേറെ പേരും പുറകെ കൂടി എൻ്റെ. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞു ഞാനും അങ്ങിരുന്നു. പിന്നെ കണക്കിലെ കളികൾ, ധനതത്വശാസ്ത്രം, അതിലേശം വശമുണ്ടേ. പ്രതിപക്ഷത്തിരിക്കുന്ന ചില പരീക്ഷകൾ പറയും എനിക്ക് ബലമില്ലെന്ന്, ഞാൻ ദുർബലനാണെന്ന്. ഞാൻ കൈവീശി കാണിക്കുന്നില്ലേടോ, ഞാൻ ഹസ്തദാനം ചെയ്യുന്നില്ലേടോ, അമേരിക്ക പറയുന്നിടത്ത് പറയാത്തടത്ത് ഞാൻ ഒപ്പിടുന്നില്ലേടോ. അതിന്റെ കാരണം ഞങ്ങൾ അനുഭവിക്കുന്നേ. എന്നിട്ട് എന്റെ ബലം അവർക്ക് പിടികിട്ടുന്നില്ലല്ലോ. പോട്ടെ, ഒരു രാജ്യം ഭരിക്കേണ്ടി വരുമ്പോൾ ഇതും ഇതിനപ്പുറം അനുഭവിക്കേണ്ടി വരും. കരയരുത് അങ്ങട്ട്. ജനങ്ങൾ ആശിക്കുന്ന യശ്മാന്മാരെ അവർക്ക് കിട്ടുമെന്ന പഴമക്കാര് പറഞ്ഞിരിക്കുന്നു. അതെ, ഇവിടെ ഇപ്പം എന്താ കുഴപ്പം? വാരി കോരിയല്ലേ ചെലവാക്കുന്നു, മറ്റതിനും മറിച്ചതിനും ഒക്കെ മൊത്തവും ചെലവായി പോവെന്ന് എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കരുത്. അഴിമതി പോലും ഇപ്പതേ വന്നിരിക്കുന്നു 2G സ്പെക്ട്രം. 1,75,000 കോടിയല്ലേ അടിച്ചു മാറ്റിയിട്ടുള്ളൂ. പാവൻ രാജ, ഒടുക്കൻ രാജിയായില്ലേ, തുറുങ്കല്ലടച്ചില്ലേ. കരുണാമയനായ കരുണാനിധി പോലും കരഞ്ഞുപോയില്ല. കറുത്ത കണ്ണട വെച്ചിരുന്നത് കൊണ്ട് ആരും കണ്ടില്ല. ശീതകാല സമ്മേളനം ചെയ്യുന്നു പോയില്ലേ, അതിന് കൈവിട്ടത് എത്ര കോടിയാണെന്ന്. ഖജനാവിന്ന് എനിക്കെന്താ ഛേദം? ഊറ്റുന്നതേ നിങ്ങളുടെയൊക്കെ ചോരയാ. ഇപ്പൊ കൊതുവിന് പോലും വേണ്ട അയാദ്യങ്ങള്. രാജാ മുക്കിയത് എത്രയോ തുച്ഛം, അതിലും എത്രയോ കോടികൾ തരുന്നു നിങ്ങൾക്ക് സബ്സിഡിയായി.